السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈം വിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ മഹാനായ തഴവ ഉസ്താദിൻ്റെ ആ ഗ്രന്ഥത്തിലൂടെ നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ ഒരുപാട് അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളത് കേൾക്കണം. അല്പസമയമെടുത്ത് നിങ്ങളത് കേൾക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തംബ്നൈലിൽ കണ്ടതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുവാദമില്ലാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയും അപ്പോൾ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും കേട്ട് മനസ്സിലാക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലെ 7-ാമത്തെ അധ്യായം തത്വസംഹിത എന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട്, പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ നമുക്ക് ലഭിക്കാൻ നമ്മൾ പൊങ്ങച്ചമില്ലാതെ, വലിയ പൊങ്ങച്ചമില്ലാതെ, വലിയവനെന്ന ഭാവമില്ലാതെ നല്ല വിനയത്തോടെ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്നതാണ്, അള്ളാഹിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. ഹസദ് എന്ന രോഗം കാക്കണേ മരണം വരെ, ഖബീലു തിന്നു തുരഞ്ഞ നഞ്ചാലോകരേ. അസൂയ എന്ന രോഗം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ അയൽവാസികളോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരല്പം പോലും അസൂയ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു ചെറിയ കുടിലിൽ താമസിക്കുന്നവരായിരിക്കാം, നമ്മൾ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം. എന്നാൽ തൻ്റെ അയൽവാസി ഒരു 2 നില കെട്ടിടം വെക്കുമ്പോൾ, നല്ല പുതിയൊരു വീട് വെക്കുമ്പോൾ അയൽവാസിയോട് ഒരിക്കലും അസൂയ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സൈക്കിൾ ചവിട്ടി നടക്കുന്നവരായിരിക്കാം, നമ്മുടെ അയൽവാസി ഒരു കാറ് വാങ്ങുമ്പോൾ അവനോട് ഒരിക്കലും അസൂയ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ അവനോട് എന്താണ് നമ്മളെ ചിന്തയുണ്ടാകേണ്ടത്? അൽഹംദുലില്ലാഹ്, എനിക്കില്ലാത്ത ഒരനുഗ്രഹം അവന് കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, അവനക്കൊരു അനുഗ്രഹം കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകണം. അപ്പോഴാണ് അസൂയയില്ല എന്ന് പറയാൻ കഴിയുന്നത്. അസൂയ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അസൂയ എല്ലാം നശിപ്പിച്ചു കളയും, നമ്മുടെ എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് അസൂയ. ഒരാളോടും അസൂയ ഉണ്ടാകരുത്. മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണം. മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരല്പം വേദന, ഒരു വിഷമമുണ്ടെങ്കിൽ നമുക്ക് അസൂയ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒന്നാണ്, പക്ഷേ അതിനെ നമ്മൾ തട്ടിമാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹസനാത്തു മുഴുവൻ ചുട്ടരിച്ചതു നമ്മളെ, അറിയാതെ തെണ്ടിക്കുന്ന തീയാ മക്കളെ. നമ്മുടെ എല്ലാ നന്മകളും നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് അസൂയ. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. ദേഷ്യം വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. എങ്കിലേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. ഉദാഹരണം, നെല്ലിക്ക അത് ആദ്യം കഴിക്കുമ്പോൾ കയ്ക്കും, അല്പം കഴിയുമ്പോൾ മധുരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്ഷമിച്ചാലും നമുക്ക് പിന്നീട് സന്തോഷമുണ്ടാകും. ക്ഷമിക്കണം. ചിലരോ ക്ഷമിക്കും നീ ധരിക്കും ഉടനാ, വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ. ചിലരൊക്കെ ക്ഷമിക്കുന്നത് കാണുമ്പോൾ, ചിലരൊക്കെ പല സമയത്തും ക്ഷമിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവനൊരു മൂഢനാണെന്ന് വിചാരിക്കും. പക്ഷേ അവൻ മൂഢനല്ല, മണ്ടനല്ല, അവൻ മിടുക്കനാണ്. കാരണം അമ്പും വില്ലും നമ്മൾ എയ്ത് വിടാറുണ്ട്, അമ്പ് എയ്ത് വിടില്ലേ? അപ്പോൾ അമ്പിൻ്റെ ആ വില്ലിൻ്റെ ബാക്കിലേക്കുള്ള, എന്തിനാണ് ബാക്കിലേക്ക് അത് വരുന്നത്? ശക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. എന്നതുപോലെ ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നവർ മണ്ടനാണെന്ന് കരുതണ്ട.
പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തിലാ, 10,000 കണ്ടതും വെള്ളത്തിലാ. അതുപോലെ പരദൂഷണം എന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് പരദൂഷണം? മറ്റുള്ളവരെ ദുഷിക്കുക, ഒരാളെക്കുറിച്ച് മറ്റുള്ളവരോട് പോയി മോശമായി പറഞ്ഞു കൊടുക്കുക, പരദൂഷണം പറയുക പാടില്ല. കൂട്ടിപ്പിടിക്കൽ കടുപ്പം സോദരാ, ഖബറിൽ ഞെരുക്കം പിന്നൊരുക്കം തുരുതുരാ. ഏഷണി ഒരൽപ്പം മതിയടോ കുഴയുന്നതാ, തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ. സ്വാധീനത കണ്ടിട്ടു നീ ഞെളിയണ്ട, ഹുനൈന് യുദ്ധം തോറ്റതെന്താ തണ്ട. കാര്യം ഇലാഹിൽ കൈയച്ചോനന്ന്, ബദ്റിൽ അതല്ലേ കണ്ട വിജയം അന്ന്. നിയത്ത് നല്ലതെങ്കിലും നിയത്ത് നല്ലതെന്തെങ്കിലും ചെയ്യടോ, നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ. തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. എപ്പോഴും നമ്മുടെ നിയത്ത് നല്ലതായിരിക്കണം. നിയത്ത് നന്നായാൽ അള്ളാഹു ആ കാര്യം വിജയിപ്പിക്കാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു നൽകുന്നതാണ്. അന്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തൽ നഷ്ടമാ, അതിലുത്തമം ക്ഷമിച്ചിട്ടിരിക്കൽ മെച്ചമാ. അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടത്തിലാ, ആദം മുതൽ ഇന്നും നെടും ഖേദത്തിലാ. അനുവാദമില്ലാതെ കടക്കരുതെങ്ങുമേ, അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ. നമ്മളൊരാളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനുവാദമില്ലാതെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല. വീടിനകത്തേക്ക് അനുവാദമില്ലാതെ അങ്ങ് ചെന്ന് കയറാൻ പാടില്ല. അവർ ബെല്ലടിക്കുക, അല്ലെങ്കിൽ വിളിക്കുക, സലാം പറയുക. അവരിറങ്ങി വന്ന് സലാം അടക്കുമ്പോഴാണ് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലേണ്ടത്. അതല്ലാതെ അകത്തേക്ക് കയറിപ്പോകാൻ പാടില്ല. കുളിച്ചുള്ള നോട്ടം കേൾവിയും അന്യായമാ, വലാ തജസ്സസൂ ഇലാഹിൻ വാക്യമാ. മറ്റൊരാളെ വീട്ടിലേക്കോ റൂമിലേക്കോ ഒന്നും ഒളിച്ചു നോക്കാനും പാടില്ല. ശരിയായ വഴിയിൽ കൂടി വേണം ചെല്ലുവാൻ, അല്ലാതെ ചെന്നാൽ ഇടവരും ക്ലേശിക്കുവാൻ. ഫറൂഖുനാ സയ്യിദ് ഉമർ തന്നാട്ടിൽ, വഴിമധ്യ നിന്നൊരു പാട്ട് കേട്ടൊരു വീട്ടിൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നാട് ചുറ്റുമ്പോൾ, ഭരണാധികാരിയാണ്, ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അതാ ഒരു വീട്ടിൽ നിന്നൊരു പാട്ട് കേൾക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ എന്തു ചെയ്തു? മതിലിൻ്റെ മീതെ ചാടി താനന്നേരം, കഥകിൻ്റെ പഴുതിൽ കൂടി നോക്കുന്നേരം. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പാതിരാ സമയത്ത് പാട്ട് കേട്ടപ്പോൾ എന്താണ് കാരണമെന്നറിയാൻ മഹാനവറുകൾ മതിൽ ചാടിച്ചെന്ന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ജനൽപ്പഴുതിലൂടെ നോക്കിയപ്പോൾ അതാ കള്ളും കുടിച്ചു രസിച്ചു കൊണ്ടാ പാട്ട്. ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട്. എല്ലാവർക്കും പേടിയാ ഉമർ റളിയല്ലാഹുവിനെ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ മഹാനവറുകൾ തുറക്കടാ വാതിൽ എന്ന് പറഞ്ഞു. പേടിച്ചരണ്ടുകൊണ്ടവൻ വാതിൽ തുറന്നു. പെട്ടെന്ന് വാതിലകത്തു നിന്നു തുറന്നേ, പുലി പോലെ മീറേ കണ്ടയാൾ വിറയ്ക്കുന്നേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുകൊണ്ട് അയാൾ വിറയ്ക്കാൻ തുടങ്ങി. ഏത് കള്ളുകുടിയനാണെങ്കിലും ഉമർ അള്ളാഹുവിനെ കാണുമ്പോൾ പേടിയാണ്. പ്രജയെങ്കിലും കൂസാദതാ പറയുന്നു, ഖുർആന്റെ നിയമം കേൾക്കമീറേ നിന്ന്. ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല. ഒന്നുകിൽ തലതെറിച്ചു പോകും, അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ കിട്ടും, ശക്തമായ പ്രഹരം കിട്ടും.
അതാ പേടിച്ച് വിറച്ചു. പക്ഷേ അവൻ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയാണ്. അവൻ പറയുകയാണ്, ആ മദ്യപിച്ച മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അതാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബേ, ഞാൻ പറയുന്ന കാര്യമൊന്ന് കേൾക്കണേ. ഖുർആന്റെ നിയമം തെറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒരു തെറ്റു മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ, മൂന്നെണ്ണമുണ്ടേ തെറ്റു പറയാൻ നിങ്ങളെ. ഞാൻ ഒരു തെറ്റാണ് ചെയ്തത്. ഞാൻ കള്ളു കുടിച്ചു, ഞാൻ മദ്യപിച്ചു, രാത്രിയിൽ ഇവിടെ കിടന്ന് മദ്യപിച്ചുകൊണ്ട് പാട്ടുപാടി എന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ 3 തെറ്റാ ചെയ്തത്. ഖുർആൻ പറഞ്ഞതിനെതിരായി 3 തെറ്റാ നിങ്ങൾ ചെയ്തത്. എന്താണ്? അനുവാദമില്ലാതിവിടമിൽ കടന്നൊന്ന്, മതിലിൻ്റെ മീതെ ചാടി നിങ്ങൾ വന്ന്. നിങ്ങൾ അനുവാദമില്ലാതാണ് ഇവിടേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ മതിൽ ചാടി വന്നു. 2ാമത്തെ തെറ്റ്, കതകിൻ്റെ പഴുതിൽ കൂടി നോക്കി 3. ഇത് ന്യായമാണോ തങ്ങളെ പറനിന്ന്? ഞാൻ ഈ പറഞ്ഞതിന് മറുപടി പറയണം ഉമറേ എന്ന് ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനവറുകൾ പേടിച്ചുപോയി. കാരണം അള്ളാഹിനെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ആ മനുഷ്യനെ പേടിച്ചിട്ടല്ല, അള്ളാഹുവിനെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഈ മനുഷ്യൻ നാളെ പരലോകത്ത് വന്ന് എതിരായി സാക്ഷി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പണിമാളും, പ്രശ്നമാകും. അതുകൊണ്ട് വിയർപ്പിൽ ഉമർ കുളിച്ചിട്ടതാ പറയുന്നു, സഖിയെ എനിക്ക് ക്ഷമിക്കണേ ഇന്നൊന്ന്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയ തെറ്റാണെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊരുത്തപ്പെടിച്ചുകൊണ്ട് സ്ഥലം വിടുകയാണ്. പെണ്ണിൻ്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി. മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. കാത്തിട്ടിരുന്നും നോക്കലാണേ കണ്ണ്, കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ പെണ്ണ്. ഇബ്ലീസ് വിട്ട അമ്പിലുണ്ടേ നഞ്ച്, ഇരുഭാഗവും അതിനാൽ തകർന്നേ നെഞ്ച്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അർത്ഥവും മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ, പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലീണമാ. മധുരം പെരുത്തേ തെൻ സ്വഭാവം മോശമാ, വിഴുങ്ങിക്കളഞ്ഞാൽ എന്തു ചെയ്യും ക്ലേശമാ. അതുപോലെ തെറ്റാകാനിരക്കൊരു രീതിയും, കൈപ്പാല തുപ്പും ഏത് സൽസ്വഭാവിയും. ഇരുഭാഗവും തള്ളിക്കളഞ്ഞോ എന്നാൽ, കരിമ്പിൻ്റെ മദ്യം പോലിരിക്കും തിന്നാൻ. ഉപദേശമായി വിവരിച്ചതും ലുഖ്മാന, അത് കേട്ട് നിന്നത് തന്മകൻ താറാന. റബ്ബിൻ്റെ വിധിയെ വെല്ലുവാൻ തുനിയാതിരി, നീ തന്ത്രശാലികളിൽ ഉയർന്നാലും ശരി. മുറുകെ പിടിച്ചോ റബ്ബിനെ നീ എപ്പോഴും, നീങ്ങാത്ത തണലാ നീ മരിച്ചാലപ്പോഴും. എന്ത് കാര്യമുണ്ടെങ്കിലും നീ റബ്ബിനെ പിടിച്ചോണം, റബ്ബിനെ മുറുകെ പിടിച്ചോണം. അതാ ഞാൻ എപ്പോഴും പറയുന്നത്. എപ്പോഴും നിങ്ങൾ ദുആരക്കണം, എപ്പോഴും റബ്ബിനോട് ദുആരന്നുകൊണ്ടേയിരിക്കണം. എപ്പോഴും റബ്ബിനോട് ദുആരന്നുകൊണ്ടിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റബ്ബിനോട് ദുആരക്കണം. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേട്ട് പഠിച്ചു. ഇൻഷാ അള്ളാഹ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നമ്മൾ നന്നാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. ഈ തത്വസംഹിതയുടെ എന്ന അധ്യായത്തിൻ്റെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ക്ലാസ് നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞവർ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അല്ലാഹു അറിയുന്നവനാണ്. റഹ്മാനായ റബ്ബേ, എന്നോട് ആരൊക്കെയാണോ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളവർ അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.